മീസ് കളർഫുൾ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. 3 കുടം വെളുത്തുള്ളി ചെറുതായി നീളത്തിലരിഞ്ഞത്, ഇഞ്ചിയും ചെറുതായി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് ഒരു 10 പച്ചമുളകുണ്ട്, കറിവേപ്പില എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2 ചിക്കൻ്റെ ബ്രസ്റ്റ് പോർഷൻ ചെറുതായി അരിഞ്ഞ് നന്നായി വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്താണ്. നിങ്ങൾക്ക് നാരങ്ങ നീര് ഉപയോഗിച്ചും കഴുകിയെടുക്കാവുന്നതാണ്. നമുക്കിനി ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, സ്വല്പം ഗരം മസാല, ഇഞ്ചിയും ഗാർലിക്കും ഒരു ചെറിയതായിട്ട് ചതച്ചെടുത്തത്, പിന്നെ അതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പം മിക്സ് ഒരു പേസ്റ്റ് രൂപത്തിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ചൂടുവെള്ളം നല്ലൊരു തണുപ്പിച്ചതുകൂടെ ചേർക്കാം. വിനാഗിരിക്ക് പകരമായി നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇപ്പം ഈ പേസ്റ്റിലേക്ക് നമുക്ക് നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആഡ് ചെയ്തതിന് മുന്നേ ആയിട്ട് ഉപ്പ് നോക്കുക. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ആ പാനിലേക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മളിത് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് നമ്മളിതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് അതിനെ ഇളക്കി തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ കറിയാക്കിയതാണ് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ വേവിക്കാൻ. ഇതിൻ്റെ ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ ഏകദേശം ഇതൊരു പരുവമാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യണം. ബാക്കിയുള്ള ചിക്കനോട് ഇങ്ങനെ വറുത്തെടുക്കണം. ഇത് വറുത്ത് തീരുന്നതിന് മുന്നേ ആയിട്ട് അതിനൊരു പാൻ വെച്ച് അതിനെ ചൂടാക്കിയിരുന്നു. അതിലേക്ക് ആ തിളച്ച എണ്ണ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച പാൻ ചെറുതായത് കാരണത്താലാണ്, അല്ലെങ്കിൽ ആ സെയിം പാനിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒരു 3 കുടം എന്ന് പറഞ്ഞാൽ ഏകദേശം 15-20-25 വെളുത്തുള്ളിയോളം ഉണ്ട്. അതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം ഇഞ്ചിയുണ്ട്. ഇത് ചെറിയ കഷ്ണം നാടൻ ഇഞ്ചിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. അത് നമ്മളിവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്, അതുകൊണ്ടാണ് അത് വളരെ ചെറുതായി തോന്നുന്നത്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ചെറിയ അളവിൽ കുരുമുളക് പൊടി, ഗരം മസാല, പിന്നീട് വേണ്ടത് കായപ്പൊടിക്ക് ചെറിയൊരു പിഞ്ച് മതി. പിന്നെ ഉലുവാപ്പൊടിയും ചേർക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ചിക്കൻ അച്ചാർ റെഡിയാണ്. ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.